VM സുധീരനേക്കാൾ സർക്കാരിൽ സ്വാധീനം വിവാദസ്വാമി സന്തോഷ് മാധവനാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാരിന്റെ ഭൂമിദാനത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നും LDF അധികാരത്തിൽ വന്നാൽ വിവാദ തീരുമാനങ്ങൾ റദ്ദാക്കുമെന്നും കോടിയേരി പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. വിശദാംശങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, കോടിയേരി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിൽ അവസാന കാലം നടത്തിയ ഭൂമി കുംഭകോണത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിൽ ഇപ്പോൾ VM സുധീരനേക്കാൾ സ്വാധീനം സന്തോഷ് മാധവനാണ്. അതുകൊണ്ടാണ് VM സുധീരൻ എതിർത്തിട്ടും ഭൂമി കുംഭകോണ നടപടികൾ റദ്ദാക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകാത്തത്. സർക്കാരിന്റെ സ്ഥലമെല്ലാം എടുത്ത് വൻ കമ്പനികൾക്ക് ദാനം ചെയ്യലാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണം. അവസാന കാലത്ത് കടും വെട്ടിപ്പാണ് ഉമ്മൻചാണ്ടി നടത്തുന്നത്. സോളാർ കേസിനും ബാർ കേസിനും പിറകെ ഇത്തരത്തിൽ അവസാന കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നടത്താൻ സാധ്യതയുള്ള ഒരു ബിസിനസ് എന്ന് വേണം ഇതിനെ കണക്കാക്കാൻ. ഭൂമി കുംഭകോണമാണ് ഇത് നടത്താൻ സാധ്യതയുള്ള ഒരു ബിസിനസ്. അതാണ് ഉമ്മൻചാണ്ടി നടത്തിയിരിക്കുന്നത്. സന്തോഷ് മാധവന് 128 ഏക്കർ ഭൂമി കൊടുത്തിരിക്കുന്നു. IT വ്യവസായത്തിന്റെ പേരിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഭൂപരിഷ്കരണ നിയമത്തെ പരസ്യമായി വെല്ലുവിളിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തിരിക്കുന്നത്. LDF അധികാരത്തിൽ വന്നാൽ ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകളെയും സ്വകാര്യ മുതലാളിമാരെയും സഹായിക്കുന്ന ഇടപാട് സംബന്ധിച്ച് എല്ലാ നടപടികളും റദ്ദാക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറയുകയുണ്ടായി. ഭൂരഹിതരുള്ള കേരളത്തിലാണ് സർക്കാർ ഇത്തരത്തിൽ ഭൂമി കുംഭകോണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യം LDF സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായാലുടൻ CPIM സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നാണ്. LDF ഘടകകക്ഷികളുടെയും INLന്റെയും തീരുമാനങ്ങൾ എന്താണെന്ന് ഉള്ള തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞാൽ PC ജോർജ് അടക്കം LDFനെ സഹായിക്കുമെന്ന് പറഞ്ഞ 11 കക്ഷികളുടെ കാര്യത്തിൽ പരിഗണനയിലുണ്ടാകുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു വെച്ചു. ജോഷിനാണ് വിവരങ്ങൾ നൽകിയത്. കലാഭവൻ മണിയുടെ മരണത്തിലെ ആശയക്കുഴപ്പം നീക്കാൻ വിദഗ്ധ മെഡിക്കൽ സംഘം രൂപീകരിക്കും. അതേസമയം തെളിവുകൾ ഒന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്ത മണിയുടെ സഹായികളായ അരുൺകുമാർ, വിപിൻ, മുരുകൻ എന്നിവരെ വിട്ടയച്ചു. കലാഭവൻ മണിയുടെ മരണകാരണത്തിൽ വ്യക്തത വരുത്താൻ സാധിക്കാത്തതിനാലാണ് ഇക്കാര്യം പരിശോധിക്കാൻ മെഡിക്കൽ സംഘത്തെ നിയോഗിക്കുന്നത്. മണിയെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് പുറമെ ഫോറൻസിക് വിദഗ്ധരും രാസപരിശോധനാ വിഭാഗത്തിലെ വിദഗ്ധരും ഉൾപ്പെടുന്നതാണ് സംഘം. കീടനാശിനി ശരീരത്തിൽ എത്തിച്ചേർന്നുവെന്ന് കണ്ടെത്തിയെങ്കിലും അളവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാക്കനാട്ടെ ഫോറൻസിക് ലാബിനോട് അളവ് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം കൂടി ലഭ്യമായ ശേഷമാവും മരണകാരണം സംബന്ധിച്ച നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. 1.5 ആഴ്ചയായി പോലീസ് ചോദ്യം ചെയ്തു വന്നിരുന്ന മണിയുടെ 3 സഹായികളെ ഇന്നലെ അന്വേഷണ സംഘം വിട്ടയച്ചിരുന്നു. തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ മുരുകൻ, അരുൺ, വിപിൻ എന്നിവരെയാണ് വിട്ടയച്ചത്. എന്നാൽ എല്ലാ ദിവസവും ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിൽ ഹാജരാകാൻ ഇവർക്ക് നിർദ്ദേശം നൽകി. ആത്മഹത്യ, കൊലപാതകം എന്നിവയ്ക്ക് തെളിവുകൾ ലഭിക്കാത്തതിനാൽ സ്വാഭാവിക മരണത്തിന്റെ സാധ്യതകളാണ് അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രശസ്ത ഹാസ്യ കഥാപ്രസംഗ കലാകാരനും ചലച്ചിത്ര നടനുമായ VD രാജപ്പൻ അന്തരിച്ചു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിശദാംശങ്ങളുമായി പ്രശാന്ത് ചേരും. പ്രശാന്ത്, എപ്പോഴായിരുന്നു അന്ത്യം? മറ്റു വിശദാംശങ്ങൾ? പ്രജേഷ്, അല്പസമയം മുമ്പാണ് മലയാളത്തിലെ ശ്രദ്ധേയനായ ഹാസ്യ കഥാപ്രസംഗ നടനുമായ VD രാജപ്പൻ അന്തരിച്ച് കോട്ടയം ആശുപത്രിയിൽ വെച്ചായിരുന്നു. 12:05 അന്ത്യം. അദ്ദേഹം നിരവധി ചലച്ചിത്രങ്ങളിലടക്കം തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ജനകീയ കഥാപ്രസംഗത്തെ ഹാസ്യാത്മകമായ രീതിയിൽ ഒരു ജനകീയമാക്കുന്ന രീതിയിൽ നിർണായക പങ്കുവച്ചിട്ടുള്ളതാണ് അദ്ദേഹം. മൃഗങ്ങൾ, വാഹനങ്ങൾ എന്നിവയെ കഥാപാത്രമാക്കി അവരുടെ ചിത്രീകരണം ഹാസ്യാത്മക പ്രയത്നം രീതിയായിരുന്നു അദ്ദേഹത്തെ ജനകീയനാക്കിയതൊപ്പം നായയും പോത്തും എരുമയും തവളയും കോഴിയും പാമ്പും എല്ലാം ആയിരുന്നു അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ. അവരുടെ പ്രണയങ്ങളും പ്രതികാരങ്ങളും എല്ലാം ഹാസ്യത്തിന്റെ മേമ്പൊടിയിൽ അവതരിപ്പിച്ചാണ് അദ്ദേഹം ശ്രോതാക്കളെ ആകർഷിച്ചിട്ടുള്ളത്. നിരവധി മലയാള സിനിമകളുടെ പാരഡി ഗാനം തുടങ്ങിയ കഥാപാത്രങ്ങളിൽ അദ്ദേഹത്തെ കൂടുതൽ ശ്രദ്ധേയനാക്കി. പ്രിയന്റെ കുര, അതുപോലെ ശരീര സുന്ദരി, എന്നെന്നും കുരങ്ങന്റെ തുടങ്ങിയ കഥാപ്രസംഗങ്ങൾ കേരളത്തിലും ഗൾഫ് നാടുകളുമായി ആയിരക്കണക്കിന് വേദികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഇവ ശ്രവണ കാസറ്റുകളായും വിൽക്കപ്പെട്ടിട്ടുണ്ട്. കക്ക, കുയിലിനെ തേടി, എങ്ങനെ നീ മറക്കും, ആട്ടക്കലാശം, മാൻ ഓഫ് ദി മാച്ച്, കുസൃതിക്കാറ്റ് തുടങ്ങി ഏകദേശം 100ഓളം ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു. ഹാസ്യ നടനായിട്ടാണ് ഏറെയും വേഷമിട്ടിട്ടുള്ളത്. അലിബാബയും 6 കള്ളന്മാരും എന്ന ചിത്രത്തിലാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹം അഭിനയിച്ചത്. അതിനുശേഷം വാർദ്ധക്യ സഹജമായ ആശുപത്രി തുടർന്ന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഇപ്പോഴത്തെ മരണകാരണം കാർഡിയക് റെസ്പിറേറ്ററി എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതായിരുന്നു മരണകാരണം. സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് എന്നുള്ള ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പക്ഷേ ഇന്ന് ഹൃദയത്തിനുണ്ടായിട്ടുള്ള ഒരു തകരാറിനാണ് മരണകാരണം എന്നതാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. കോട്ടയം ഏറ്റുമാനൂർ പേരൂർ സ്വദേശിയാണ്. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും മൃതദേഹം സ്വവസതിയായ പേരൂരിലേക്ക് കൊണ്ടുപോകും. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.
വിവാദ RT ഉത്തരവിന്റെ വിശദീകരണം പിൻവലിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും വിജിലൻസ് വിഭാഗം ഇപ്പോഴും വിവരാവകാശ നിയമത്തിന് പുറത്ത് തന്നെയാണ്. ഉത്തരവ് പിൻവലിക്കാതെ വിശദീകരണം മാത്രം പിൻവലിച്ചതാണ് ഇതിന് കാരണം. ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ മന്ത്രിമാർക്കെതിരെയുള്ള വിജിലൻസ് കേസുകളുടെ വിശദാംശങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകില്ല. വിവരാവകാശ നിയമം സംബന്ധിച്ച വിവാദ ഉത്തരവിനോടൊപ്പമുള്ള വിശദീകരണത്തിൽ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി, മന്ത്രിമാർ, മുൻ മന്ത്രിമാർ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി ബന്ധപ്പെട്ട അന്വേഷണ വിവരങ്ങൾ കൈമാറുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഭാഗം ഉൾപ്പെടുത്തിയിരുന്നു. വിവാദമായതോടെ ഈ വിശദീകരണം റദ്ദാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിരുന്നു. എന്നാൽ വിജിലൻസ് ടി ബ്രാഞ്ചിലെ 6 പ്രത്യേക വിഭാഗങ്ങളെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയ ഉത്തരവ് സർക്കാർ പിൻവലിച്ചിട്ടില്ല. അതിനാൽ മന്ത്രിമാർക്കെതിരെയുള്ള അഴിമതി കേസുകളുടെ വിശദാംശങ്ങൾ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടാൽ അതീവ രഹസ്യ വിഭാഗത്തിൽപ്പെടുന്നതാണെന്ന് പറഞ്ഞ് അപേക്ഷ തള്ളാനുള്ള സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു. ഇലക്ഷന് തൊട്ടുമുമ്പ് വിവിധ മന്ത്രിമാരെക്കുറിച്ച് ഗൗരവതരമായ അഴിമതി ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തു വരാതിരിക്കാൻ കണ്ടുപിടിച്ച ഒരു ഉപായമായി ഇതിനെ കരുതാൻ കഴിയും. അഴിമതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസിന് രഹസ്യവിവരം നൽകുന്നവരുടെ പേരുവിവരം പുറത്തുവിട്ടാൽ അവരുടെ ജീവന് ഭീഷണിയുണ്ടാകുമെന്നതിനാൽ അതിൻ്റെ വിശദാംശങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകേണ്ടതില്ല എന്ന് വിവരാവകാശ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ സാഹചര്യം നിലനിൽക്കെയാണ് ഇതേ കാരണം പറഞ്ഞ് സർക്കാർ പ്രത്യേക ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. KM ഉമേഷ്, കൊച്ചി. വിവരാവകാശ അപേക്ഷ നൽകുന്നതിൽ നിന്നും മാധ്യമപ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ നീക്കം. അപേക്ഷ നൽകുന്ന മാധ്യമപ്രവർത്തകരിൽ നിന്നും കൂടുതൽ പണം ഈടാക്കി അവരെ നിരുത്സാഹപ്പെടുത്തണമെന്ന് സംസ്ഥാന പൊതുഭരണ സെക്രട്ടറി കേന്ദ്ര സർക്കാരിനെ അഭിപ്രായം അറിയിച്ചു. വിവരാവകാശ നിയമം ഭേദഗതി ചെയ്യുന്നതിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ അഭിപ്രായം തേടിയിരുന്നു. ഇതിന് കേരളം നൽകിയ മറുപടിയിലാണ് ഈ നിർദ്ദേശം. സംസ്ഥാന പൊതുഭരണ സെക്രട്ടറി കേന്ദ്രത്തിന് അയച്ച നിർദ്ദേശങ്ങൾ ഇവയാണ്. അപേക്ഷകർ ചോദ്യങ്ങളുടെ എണ്ണം കുറയ്ക്കണം. മാധ്യമപ്രവർത്തകരെ അപേക്ഷകർ എന്നുള്ളതിൽ നിന്ന് ഒഴിവാക്കണം. മാധ്യമപ്രവർത്തകരായ അപേക്ഷകരിൽ നിന്ന് അധിക തുക വാങ്ങണം. ശല്യക്കാരായ അപേക്ഷകരെ പിഴ ചുമത്തി നിരുത്സാഹപ്പെടുത്തണം എന്നിങ്ങനെ പോകുന്നു കേരളത്തിൻ്റെ നിർദ്ദേശങ്ങൾ. വിവരാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് DB ബിനു. ജനങ്ങളുടെ അറിയാനുള്ള അവകാശമാണ് മാധ്യമപ്രവർത്തകർ ഉപയോഗിക്കുന്നത്. അവർ ഇത്തരത്തിലുള്ള അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവരികയും ജനങ്ങളുടെ അറിയാനുള്ള മൗലികാവകാശം സംരക്ഷിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് വിവരാവകാശ നിയമം നമ്മുടെ രാജ്യത്തുണ്ടായത്. വിവരാവകാശ നിയമം അതിൻ്റെ 10 വർഷം പൂർത്തിയായ അവസരത്തിൽ ഇനിയും ഈ രൂപത്തിൽ ഈ നിയമം നിലനിൽക്കും എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമാണ് രാജ്യത്തുള്ളത്. കേന്ദ്രത്തിന് ഇത്തരത്തിൽ നിർദ്ദേശം സമർപ്പിച്ചതുവഴി വിവരാവകാശ നിയമം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച സർക്കാരിൻ്റെ ഉള്ളിലിരിപ്പ് വ്യക്തമായിരിക്കുകയാണ്. KM ഉമേഷ്, കൊച്ചി. ഹൈദരാബാദ് സർവകലാശാലയിൽ പ്രതിഷേധം ഉയർത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള VC-യുടെ പ്രതികാര നടപടി തുടരുകയാണ്. ഹോസ്റ്റലിലേക്കുള്ള വെള്ളവും ഇന്റർനെറ്റും വൈദ്യുതിയും വിച്ഛേദിച്ചു. സർവകലാശാലയ്ക്കകത്ത് മാധ്യമങ്ങളെയും രാഷ്ട്രീയ നേതാക്കളെയും വിലക്കി VC അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. സമരത്തിന് പിന്തുണയുമായി എത്തിയ കനയ്യകുമാറിനെ സർവകലാശാലയ്ക്കകത്ത് അധികൃതർ പ്രവേശിപ്പിച്ചില്ല. സർവകലാശാലകളെ സർക്കാർ ജയിലുകളാക്കി മാറ്റാമെന്ന് കരുതേണ്ടെന്ന് കനയ്യ പറഞ്ഞു. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലാണ് ഹൈദരാബാദ് സർവകലാശാല. രോഹിത് വെമുലയുടെ മരണത്തിന് കാരണക്കാരനായ വൈസ് ചാൻസലറെ ജോലിയിൽ പ്രവേശിപ്പിച്ചതിനെതിരെ സമരം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ അധികൃതരുടെ പീഡനം തുടരുകയാണ്. ഹോസ്റ്റലിലേക്കുള്ള വെള്ളവും വൈദ്യുതിയും ഇന്റർനെറ്റ് സൗകര്യവും വിച്ഛേദിച്ചു. ഹോസ്റ്റൽ മെസ് പൂർണ്ണമായി അടച്ചുപൂട്ടി. പട്ടിണിയിലായ വിദ്യാർത്ഥികൾ പുറത്ത് ഭക്ഷണം പാകം ചെയ്തു. എന്നാൽ പൊതുസ്ഥലത്ത് ഭക്ഷണം പാകം ചെയ്തെന്നാരോപിച്ച് 51 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആയുധധാരികളായ 100 കണക്കിന് പോലീസുകാരെയാണ് സർവകലാശാലയിൽ വിന്യസിച്ചിരിക്കുന്നത്. വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമങ്ങളെപ്പോലും സർവകലാശാലയ്ക്കകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. മാധ്യമങ്ങളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും പുറത്തുനിന്നുള്ള ആരെയും സർവകലാശാലയിൽ പ്രവേശിപ്പിക്കില്ലെന്ന് വ്യക്തമാക്കി VC അപ്പാറാവു ഉത്തരവിറക്കി. ഇപ്പോൾ VC 4 ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂണിവേഴ്സിറ്റിക്ക്. മൂവ്മെന്റിനെ എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു നീക്കമാണ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന്. സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനെത്തിയ കനയ്യകുമാറിനെയും അധികൃതർ സർവകലാശാലയ്ക്ക് മുമ്പിൽ തടഞ്ഞു. സർവകലാശാല കവാടത്തിന് മുന്നിൽ വെച്ച് കനയ്യ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അധികാരം ഉപയോഗിച്ച് തടയാമെങ്കിലും തങ്ങളുടെ ശബ്ദം തടയാനാകില്ലെന്ന് കനയ്യ പറഞ്ഞു. സർവകലാശാലകളെ സർക്കാർ ജയിലുകളാക്കി മാറ്റാമെന്ന് കരുതേണ്ടെന്നും കനയ്യ കൂട്ടിച്ചേർത്തു. രോഹിത്തിന്റെ മാതാവ് രാധികയുമായി കൂടിക്കാഴ്ച നടത്തിയ കനയ്യ രോഹിത്തിന്റെ നീതിക്കായുള്ള പോരാട്ടത്തിന്റെ തുടർച്ചയാണ് JNUവിലെന്നും അറിയിച്ചു. സർവകലാശാലയിലെ അധ്യാപകരും വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി സമരം തുടരുകയാണ്. VC അപ്പറാവുവിനെ ഒരു കാരണവശാലും തുടരാൻ അനുവദിക്കില്ലെന്ന് SFI നേതാവ് സുഹേൽ പീപ്പിളിനോട് പറഞ്ഞു. ഞങ്ങളുടെ സമരമുറകൾ വ്യത്യസ്തമായിരിക്കും. ഞങ്ങൾ ഒരു കാരണം ഞങ്ങളുടെ സമരമുറകൾ വ്യത്യസ്തമായിരിക്കും. ഞങ്ങൾ ഒരു കാരണം
RSPക്ക് നൽകിയ ഇരവിപുരം സീറ്റിന് പകരമായി ലീഗിന് നൽകേണ്ട സീറ്റിനെക്കുറിച്ച് തീരുമാനമെടുക്കാൻ കോൺഗ്രസ് ലീഗ് നേതാക്കൾ തിരുവനന്തപുരത്ത് ചർച്ച ആരംഭിച്ചു. ചടയമംഗലം സീറ്റ് ലീഗിന് നൽകാനാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കും താൽപ്പര്യം. എന്നാൽ ഈ നീക്കത്തെ കൊല്ലത്തെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ എതിർക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി MR സജേഷ് ചേരുന്നു. സജേഷ്, സീറ്റുകൾ വെച്ചുമാറുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അത് പ്രാഥമികമായ ഒരു ആലോചനയിലേക്ക് കടക്കുന്നതിന് മുൻപേ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമവായ സാധ്യത എങ്ങനെയായിരിക്കും? ചർച്ചകൾ ഏത് രീതിയിൽ പുരോഗമിക്കും? പ്രതീക്ഷ ഏതെങ്കിലും തരത്തിലുള്ള സമവായ സാധ്യത ഉള്ളതായി സൂചനയില്ല. ലീഗ് 4 സീറ്റിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത്. ആ സീറ്റിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് ചൊല്ലിക്കൂടി ചില ആശയക്കുഴപ്പങ്ങൾ ലീഗിനകത്തുണ്ട്. അതിനോടൊപ്പമാണ് ഇരവിപുരം സീറ്റ് പകരം ഏത് സീറ്റ് എന്ന കാര്യത്തിൽ തർക്കമുടലെടുക്കുന്നത്. ചടയമംഗലം സീറ്റിൽ ലീഗിന് വിട്ടു നൽകാനാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ ധാരണ. എന്നാൽ ചടയമംഗലത്ത് ലീഗിന് താല്പര്യമില്ല. ലീഗിന് അമ്പലപ്പുഴയോ കരുനാഗപ്പള്ളിയോ വേണമെന്ന ആവശ്യമാണ് ലീഗ് ഉയർത്തുന്നത്. ഏതെങ്കിലും കാരണവശാൽ ചടയമംഗലം സീറ്റ് ലീഗ് ഏറ്റെടുക്കേണ്ടി വരികയാണെങ്കിൽ കുന്നമംഗലം സീറ്റ് ഇപ്പോൾ ലീഗിന്റെ കൈവശമുള്ളതാണ്. അതിൽ കോൺഗ്രസ് നേതൃത്വത്തെ ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ കുന്നമംഗലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലേക്ക് ലീഗ് നീങ്ങുകയാണ്. ലീഗിന്റെ പ്രധാനപ്പെട്ട യുവനേതാവായ ഫിറോസിനെ കുന്നമംഗലത്ത് മത്സരിപ്പിക്കുന്നതിനുള്ള ഒരു സാധ്യതയാണ് ലീഗ് നേതൃത്വം പരിശോധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുന്നമംഗലം വിട്ടു നൽകാൻ കഴിയില്ല എന്ന തീരുമാനം ഇന്നത്തെ ഉഭയകക്ഷി ചർച്ചയിൽ ലീഗ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതായാണ് സൂചന. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ചർച്ചകൾ തുടരുകയാണ്. പ്രജീഷ്. MR സജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് ലോക ക്ഷയരോഗ ദിനം. ഇന്ത്യയിൽ 1.2 ലക്ഷം പേരാണ് ക്ഷയരോഗത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മരണപ്പെട്ടത്. ഇതിൽ 1143 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. ക്ഷയരോഗത്തിനെതിരെ ഒന്നിക്കൂ എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയയാണ് ട്യൂബർകുലോസിസ് അഥവാ ക്ഷയരോഗം ഉണ്ടാക്കുന്നത്. 1882 റോബർട്ട് കോക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് രോഗം ആദ്യമായി കണ്ടുപിടിച്ചത്. കണ്ടുപിടുത്തത്തിന്റെ 100ാം വാർഷികത്തിലാണ് മാർച്ച് 24 ക്ഷയരോഗ ദിനമായി ആചരിക്കുവാൻ ലോകാരോഗ്യ സംഘടന തീരുമാനിച്ചത്. വായുവിലൂടെ പകരുന്ന രോഗമാണ് ക്ഷയം. പ്രധാനമായും ശ്വാസകോശങ്ങളെയാണ് രോഗം ബാധിക്കുന്നത്. ലോകത്തിലെ ക്ഷയരോഗികളിൽ 5-1 ഇന്ത്യക്കാരനാണെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണ്ടെത്തൽ. ഓരോ 3 മിനിറ്റിനുള്ളിലും 2 പേർ രോഗം മൂലം മരിക്കുന്നതായാണ് കണക്ക്. കഴിഞ്ഞ വർഷം 1.2 ലക്ഷം രോഗികളാണ് ഇന്ത്യയിൽ മരണപ്പെട്ടത്. ഇതിൽ 1143 പേർ കേരളത്തിൽ നിന്നുള്ളവരും. രോഗബാധയെ നിയന്ത്രിക്കാൻ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. പൾമോളജിസ്റ്റ് ഡോക്ടർ പത്മാവതി. TB എന്ന അസുഖം കാറ്റ് വഴി നമ്മൾ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ നമ്മുടെ വായിലുള്ള കഫം സ്പ്രെഡായിട്ട് വേറൊരാൾ ഇത് ശ്വസിക്കുമ്പോഴാണ് TB അസുഖം വരിക. ഇത് വെറും ശ്വാസകോശത്തിനും മാത്രമല്ല ബാധിക്കാറ്, നമ്മുടെ ബോഡിയിലെ പല ഓർഗൻസിനും ബാധിക്കാം. പുവർ സാനിറ്റേഷൻ, ഹൈജീൻ കുറവ്, പിന്നെ ഓവർ ക്രൗഡിങ്, പിന്നെ നല്ല ഹൗസിംഗ് ഫെസിലിറ്റീസ് ഇല്ലാത്തത്, പിന്നെ പബ്ലിക് പ്ലേസസിൽ ടൂ മച്ച് ഓഫ് ക്രൗഡിങ്, ഇതൊക്കെ കാരണം ഈ അസുഖം കഫം വഴി എയർബോൺ ആയതുകൊണ്ട് സ്പ്രെഡ് ആവുകയാണ്. കേരളത്തിൽ 2014 അപേക്ഷിച്ച് 2015 രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. 23,573 എന്നത് 2015 22,858 പേരായിട്ടാണ് കുറഞ്ഞത്. ഇതിൽ 1,819 പേർ കുട്ടികളാണ്. 82% പേർക്ക് രോഗം ഭേദപ്പെട്ടതായും സംസ്ഥാന TB സെന്റർ വ്യക്തമാക്കുന്നു. അതേസമയം ലോകത്ത് പകർച്ചവ്യാധികളിൽ ഏറ്റവും അധികം രോഗികൾ മരണപ്പെടുന്നത് ക്ഷയരോഗം മൂലമാണ് എന്ന വസ്തുതയും ലോകാരോഗ്യ സംഘടന ഓർമ്മിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ക്രിസ്തുദേവന്റെ അന്ത്യത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷകളും നടന്നു. എളിമയുടെ പ്രതീകമായി യേശുക്രിസ്തു തന്നെ 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെ പ്രതീകമായാണ് ദേവാലയങ്ങളിൽ ചടങ്ങുകൾ നടന്നത്. കൊച്ചിയിൽ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. കൈക്കൂലിക്കും അഴിമതിക്കും വേണ്ടി ജീവിക്കുന്നവർ ദരിദ്രന്റെ പണമാണ് അപഹരിക്കുന്നതെന്ന് ഓർമ്മ വേണമെന്ന് പെസഹ ദിന സന്ദേശത്തിൽ കർദിനാൾ പറഞ്ഞു. ദേശീയവാദത്തിന്റെ പേരിൽ മനുഷ്യനെ വിഭജിക്കുന്നത് നീതീകരിക്കാനാകില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.